Good morning, students. Welcome to today's class. Today we are discussing about multiplicative inverse using extended Euclidean algorithm. Okay, then what is multiplicative inverse? Multiplicative inverse എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോർമലി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കണം 1 ആയി കിട്ടണം. ഓക്കെ, ഇപ്പോൾ 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 5 into 5 inverse will be equal to, or 5 into dash equal to 1. So 5 into 5 inverse, 1 by 5 equal to 1. So that is multiplicative inverse. So multiplicative inverse of 5 is 1 by 5 here. So our normally multiplicative inverse equal A is equal to A into A inverse is equal to 1. So the multiplicative inverse of A is A inverse. So the multiplicative answer should be 1 in the case of normal multiplicative inverse. Here we are using the multiplicative inverse in the GCD format. Okay, so using extended Euclidean algorithm. So in order to find the multiplicative inverse, or in order to understand the multiplicative inverse, we need to understand about what is Euclidean algorithm and what is extended Euclidean algorithm. So we have already discussed about these two. Now moving to the topic multiplicative inverse. Okay, so the extended Euclidean algorithm can be used to find the multiplicative inverse of B in Z when N and B are given. Okay, ഈ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയം അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഒരു നമ്പേഴ്സിൻ്റെ, അതായത് GCD കാണുന്ന നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുന്നത്. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ക്രിപ്റ്റോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു കോഴ്സിൽ. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ബൈ യൂസിങ് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം. അവിടെ നമുക്ക് രണ്ട് വാരിയബിൾസ് തന്നിട്ടുണ്ടാവും, ദാറ്റ് ഈസ് N and B. So B in Z എന്നുള്ള ഫോമുല ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, B and N രണ്ട് വാരിയബിൾസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആൻഡ് GCD ഓഫ് N, B ഈക്വൽ ടു 1. സോ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസർ എന്താണ്, ഈക്വൽ ടു 1 ആണ്. സോ ഹിയർ GCDൻ്റെ ഫോമാറ്റ് ആയതുകൊണ്ട് GCD ഓഫ് ദീസ് ടു വേരിയബിൾസ്, ദാറ്റ് ഇസ് N, B, which is equal to 1. GCD value will always be 1. Okay. Now multiplicative inverse of P is the value of T after being mapped to Zn. അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന GCD നമ്മൾ കണ്ടുപിടിക്കില്ല, അതായത് എക്സ്റ്റെൻഡ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് GCD ഓഫ് N, B കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ T വാല്യൂ ആയിരിക്കും എന്ത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ദ എക്സാമ്പിൾസ് സച്ച് ദാറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുന്നതെന്ന് പറഞ്ഞു. ആൻഡ് എക്സ്റ്റെൻഡ് യൂക്ലിഡിയൻ അൽഗോരിതം ST ഫൈൻഡ് ചെയ്യാനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ ആൻഡ് ഓൾസോ GCD, അതിൽ ടീൻ്റെ വാല്യൂ ആയിരിക്കും എന്ത്, ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ ദാറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ ഒരു ഇക്വേഷൻ, ദാറ്റ് ഈസ് S into N plus T into B, ദാറ്റ് ഈസ് ST NB, AB എന്ന് പറഞ്ഞ പോലെ N ഉം B ആണ് ഇവിടുത്തെ വാരിയബിൾസ്. സോ S into N plus T into B will equal to GCD of N, B, which will be equal to 1. If the multiplicative inverse B exists, GCD N, B must be 1. Hence the relationship is equal to S into N plus T into B equal to 1. 1 ആയിരിക്കാം. GCD of N, B 1 ആയാലേ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ GCDയുടെ വാല്യൂ കാണാം. If GCD of N, B equal to 1, then there exists a multiplicative inverse. Otherwise, there will not exist any multiplicative inverse. So applying modulo 2 operator on both sides, we get mapping Zn ന്റെ ഫോമിൽ, അതായത് ഈ ഒരു ടേമിൽ മൊഡ്യൂൾ n നമ്മൾ രണ്ട് സൈഡിലും കൊടുത്താൽ we get this term into mod n is equal to 1 mod. Okay, so this term is here, this term has no ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ S into n mod n ന്റെ റിമൈൻഡർ 0 ആയിരിക്കും. ഇറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. സോ ഈ ഒരു പോർഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ദാറ്റ് ഇസ് T into B mod n equal to 1 mod n is equal to 1. Then T into B mod n equal to 1, that is equal to, so this is the condition for multiplicative inverse. Implies T is the multiplicative inverse of B in Z. Okay. So B in the multiplicative inverse ആയിരിക്കും T into B mod n. Okay, in Z എന്നുള്ള ഫോമാറ്റിലാണ്. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ടീൻ്റെ വാല്യൂ നോക്കിയാൽ ടീൻ്റെ വാല്യൂ എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് അൽഗോരിതം, ഇതിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്നും ബിയും ആണ് നമുക്കുള്ള രണ്ട് വേരിയബിൾസ്, അതായത് ബി ഇൻ Z എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത്. സോ N ആണ് ഇവിടുത്തെ R1. നമ്മൾ നോർമലി എക്സ്റ്റൻഡ് യൂക്ലിഡിയൻ അൽഗോരിതത്തിൽ കണ്ട R1
takes values of n and R2 take values of b. Then T1 initialization value, that is T1 0, T2 1. While R2 greater than 0, that is it's not equal to 0 on a case, greater than 0 on a case, we have to find the quotient, that is R1 by R2. അങ്ങനെ നമ്മൾ റിമൈൻഡർ 6 കാണും. 6 R1 മൈനസ് ക്യൂ ഇൻറ്റു R2 കാണാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രോപ്പർട്ടി ചെയ്യും. പിന്നെ ടി കാണാൻ നമുക്കറിയാം T1 മൈനസ് 2 ഇൻറ്റു T1 മൈനസ് ക്യൂ ഇൻറ്റു T2. ഓക്കെ, എന്നിട്ട് ടിയും ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ആ ഒരു പ്രോസസ്സ്. സോ നോർമലി എക്സ്റ്റൻഡ് ന്യൂക്ലിയർ അൽഗോരിതം ആണ് ആദ്യത്തെ ടി വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. If R1 equal to 1, then B inverse is equal to, so B1 is equal to B inverse. Okay. So ആ ഒരു പ്രോസസ് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താണ് R1N, R2B, then R. ഓക്കെ, അതുപോലെ T1 ആ ഒരു ഫോർമാറ്റിൽ പോകുന്നു. Then at last we have R1 here. R2 0 ആയിരിക്കും. R റിമൈൻഡർ 0 ആവണം. Then T1, T2 exist. Okay. So moving to a problem. In നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് how we find the multiplicative inverse of 11 in Z26. Okay. Okay, so this is the question. Find the multiplicative inverse of 11 in Z26. Okay, ഇതിന്റെ പ്രിഫിക്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. Okay, 11 in Z26. So this is the value of B, that is 11. This is the value of N. Okay, so first പറഞ്ഞത് എന്തായിരുന്നു? N takes values. Okay, R1 takes values of N. R1 എന്ന് പറയുമ്പോൾ greater value ആയിരിക്കും. അത് N ന്റെ വാല്യൂ ആണ് എടുക്കുന്നത്. So need to find the multiplicative inverse of 11. The multiplicative inverse ആണ് കാണേണ്ടത്. So first R1 value will be 26. Then R2 value will be 11. That is B. This is B in Zn ആണ്. R നമുക്ക് കാണാം. Then T1 initialization T1 0 ആയും initialization procedure T2 is equal to 1. Okay, so ഇത് all okay. ഇനി നമുക്ക് ഈ ക്വേഷ്യന്റ് റിമൈൻഡർ കാണാൻ 26 ഡിവൈഡ് ബൈ 11 ചെയ്യാം. സോ 26 ഡിവൈഡ് ബൈ 11 26 2 times, that is 22. So quotient will be 2. So 26 minus 22 is 4. Okay, then how we find T? Okay, T is equal to T1 minus Q into T2. So this is T1, 0 minus, that is okay, 0 minus 2 into T2. What is the value of T2? T2 is 1. 2 into 1, which is equal to minus 2. Okay, so the value of T will be minus 2. Okay. Now we can write the value of T will be minus 2. Okay, then second step is shift the values of R2, R and T2 and T. Okay, the shift ചെയ്യാണ് ചെയ്യുന്നത് so that okay, so R2 എന്നുള്ളത് R1 ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ R എന്നുള്ളത് നമുക്ക് okay, R2 എന്നുള്ളതിലോട്ട് R1 R ഉള്ളത് R2 അതുപോലെ തന്നെ T2 എന്നുള്ളത് T1 okay, and T എന്നുള്ളത് T2. Okay, shifting ആണ്. So R1 will take the value 11, R2 will take value 4, and T1 will take value 1, and T2 will take value minus 2. Okay, so ഇത്രയും values നമുക്ക് കിട്ടി. ഡിവൈഡ് ചെയ്യാം. 11 divided by 4. 11 divided by 4, that is 4 into 2, 8. So it goes 2 times. So 11 minus 8 is 3. Okay, 3. Then the value of T is T1 minus Q into T2. That is 1 minus 2 into minus 2. So plus 4, that is 1 plus 4. The answer will be 5.
Okay, the next step, shifting, that is 4. Here it is 3. Here it is -2, and here it is 5. Okay, so after shifting, we have to find the value of quotient and remainder. So 4 by 3, it goes is in 1's time, so the remainder is also 1, and the value of t will be -7, right? That is -2 minus 1 into 5. Okay, so will be -7. Then next step എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇതെന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക. സോ 3 ഹിയർ, ഓക്കെ, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇത് ഈ 3 എന്നുള്ളത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. Then next one here. Okay, then next 5 here. Then next -7 here. Okay. Okay, here 3 വരും, ഇവിടെ 1 വരും. Okay, ഇവിടെ 5 വരും. Okay, ഇവിടെ this will be -7. Okay, so we need to find 3 by 1. 3 by 1 means, okay, 3 is the answer. So quotient is 3. 3 by 1 chamber, the remainder will be 0. Okay, and the value of t is 26. Okay, get another. Then next, okay, so ഇത്രയും കിട്ടി അല്ലേ? 26 എന്ന് പറയുമ്പോൾ t1, that is 5 minus 3 into -7, so that is 26. Okay, 3 into -7 is 21, into 5, that is 26. Okay, വീണ്ടും ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ we get here 1, and we get here as 0, and we get here as -7, and we get here as 26, right? Okay, so 1 divided by 0 possible alla, so we will stop here. Ini namukku endha cheyannu vecha, this value, what is this value? This is 1. Okay, this is GCD of R1 and the GCD of n comma b. Okay, n comma b ന്റെ GCD എന്ന് പറഞ്ഞാൽ it is 1. So ഒരു multiplicative inverse ഇവിടെ exist ചെയ്യുന്നു, right? Equal to 1 here. So here exists a multiplicative inverse. ഇത് 1 അല്ല എങ്കിൽ ഇവിടെ ഒരു multiplicative inverse exist ചെയ്യുന്നില്ല. Then value of t1 is -7. This is the multiplicative inverse value. So the multiplicative inverse of 11 is -7. So multiplicative inverse of 11 is -7. 11 is -7. So question then നമുക്ക് 11 multiplicative inverse -7 ആണ്. പക്ഷെ this is a negative value, right? So negative value ആകുമ്പോൾ ഇതിനെ നമുക്ക് പോസിറ്റീവ് വാല്യൂ ഉള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഡിഫറെന്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വരും. പോസിറ്റീവ് വാല്യൂ ഉള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ we have to add this value to this. Okay, that is 26 plus, അതായത് ഈ മോഡുലസ് വാല്യൂ കൊണ്ട് ഈ നമുക്ക് കിട്ടിയ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ we get another multiplicative inverse of 11. Okay, then 26 minus 7, we have 26 minus 7, that is 19. Okay, so 19 is the multiplicative inverse. So -7 or 19 is the multiplicative inverse of 11. Okay, so that's all about this problem. Okay, -7 or 19 is the multiplicative inverse of 11 in Z26. Okay, then so that's all about this problem. Okay, that is we have -7. Okay, is the multiplicative inverse.
-7 ആണ് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടുന്നത്. സോ -7 ഓർ 90. 19 അല്ലെങ്കിൽ -7 ആണ് മൾട്ടിപ്ലിക്കേറ്റീവ്. സോ 11 ആൻഡ് 90 are multiplicative inverse in 26. ഓക്കെ. ഇനി വേറൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്ക് കാണാം. 12 in Z26 ആണെങ്കിൽ നമ്മൾ നോർമലി QR1, R2, R, T1, T2, T കാണുന്നു. 26 here, 12 here. Then 26 divided by 12 is 2 times. Okay. Then it will be 2. That is 24 ആണ് കേട്ടോ. So 26 minus 24, the remainder is 2. 0, 1 നമ്മുടെ initial condition. T ന്റെ value -2 എന്ന് കിട്ടും. വീണ്ടും shift ചെയ്യുമ്പോൾ we get 12 here and 2 here. Then 12 divided by 2, that is 6. Then 0 remainder ഇങ്ങനെ കിട്ടുന്നു. So ഇതിനെ നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ we get the R1 value as 12. Okay, R1 value 12 ആണ്. R1 value നമുക്ക് എന്ത് വരണം? That is GCD value, GCD of n, B will always be 1. 1 ആയാലും അവിടെ multiplicative inverse exist ചെയ്യുന്നുള്ളൂ. Since this is not equal to 1, there won't exist any multiplicative inverse. Multiplicative inverse exist ചെയ്യില്ല. Okay. സോ ആ ഒരു കേസ് ആണ് ഇവിടെയും. അതുപോലെ തന്നെ R1ന്റെ വാല്യൂ 1 അല്ലാത്തതുകൊണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. ഓക്കെ. സോ this case also the R1 value is 2, so there will not exist any multiplicative inverse. അപ്പോൾ multiplicative inverse exist ചെയ്യാത്ത കേസും വരുന്നുണ്ട്. Okay. So that's all about today's section. Thank you. Have a nice day.